നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് 103, 104 ഭരണഘടനാ ഭേദഗതികളാണ്. ഇതിൽ 103-ാം ഭരണഘടനാ ഭേദഗതിയുടെ ഒരു വിഷയം എന്ന് പറയുന്നത് തന്നെ എന്താണ്? സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള സംവരണമാണ്. അതായത് EWS എന്താണ്? എക്കണോമിക്കലി വീക്കർ സെഷൻ എന്ന് പറയില്ലേ, അതാണ് EWS എന്ന് പറയുന്നത്. EWS റിസർവേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് 103-ാം ഭരണഘടനാ ഭേദഗതി. മുന്നോക്ക വിഭാഗങ്ങളിൽ, അതായത് ജനറൽ കാറ്റഗറിയിൽ സാമ്പത്തികമായിട്ട് പിന്നോക്ക അവസ്ഥയിലുള്ളവർക്ക് കേന്ദ്ര സർവീസുകളിലും കേന്ദ്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുമൊക്കെ 10% സംവരണം അനുവദിച്ചുകൊണ്ടുള്ളൊരു ഭേദഗതിയാണ് 103-ാം ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. ഇത് നിലവിൽ വന്നത് 2019 ജനുവരിയിലാണ്. അപ്പോൾ മുന്നോക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് 10% സംവരണം കേന്ദ്ര സർവീസിലും കേന്ദ്ര സ്ഥാപനങ്ങളിലും സാധ്യമാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 103-ാം ഭരണഘടനാ ഭേദഗതിയാണ്. 2019 ജനുവരിയിൽ പ്രാബല്യത്തിൽ വന്ന 103-ാം ഭരണഘടനാ ഭേദഗതിയാണ് മുന്നോക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്ക് 10% സംവരണം കേന്ദ്ര സർവീസിലും കേന്ദ്ര സ്ഥാപനങ്ങളിലും സാധ്യമാക്കിയ ഭരണഘടനാ ഭേദഗതി. അടുത്ത ചോദ്യം എന്താണ്? 104-ാം ഭരണഘടനാ ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കുമുള്ള സീറ്റ് സംവരണം 10 വർഷത്തേക്ക് കൂടി ദീർഘിപ്പിച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ്? അത് 104-ാം ഭരണഘടനാ ഭേദഗതിയാണ്. അപ്പോൾ എന്താണ്? പട്ടികജാതി, അതായത് SC ST വിഭാഗത്തിൽപ്പെട്ടവർക്ക് ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കുമുള്ള സീറ്റ് സംവരണം 10 വർഷത്തേക്ക് കൂടി അധികം നീട്ടിയത്, എന്താണ്? ദീർഘിപ്പിച്ചത്. അത് 104-ാം ഭരണഘടനാ ഭേദഗതിയിലാണ്. അതായത് 2030 ജനുവരി 25 വരെ 104-ാം ഭരണഘടനാ ഭേദഗതിയാണ്. അതുപോലെ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടിയുണ്ട്. ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിന് ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും ഉണ്ടായിരുന്ന സീറ്റ് സംവരണം നിർത്തലാക്കിയത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 104-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിന് ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും ഉണ്ടായിരുന്ന സീറ്റ് സംവരണം നിർത്തലാക്കിയത്. അപ്പോൾ എന്താണ്? മുൻപ് ലോക്സഭയിലേക്ക് 2 ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളെ രാഷ്ട്രപതിക്കും നിയമസഭകളിലേക്ക് ഒരാളെ ഗവർണർക്കും നാമനിർദ്ദേശം ചെയ്യാൻ പറ്റുമായിരുന്നു, നോമിനേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഈ ഒരു വ്യവസ്ഥ എന്താണ്? ഈ ഒരു സംവിധാനത്തെയാണ് 104-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ നിർത്തലാക്കിയത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ എന്താണ്? 103-ാം ഭരണഘടനാ ഭേദഗതി 2019, അത് മുന്നോക്ക വിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള 10% സംവരണമാണ് 103-ാം ഭേദഗതി. 104-ാം ഭേദഗതി SC ST സംവരണം 10 വർഷത്തേക്ക് കൂടി നീട്ടുകയാണ് ഉണ്ടായത്. ഒപ്പം ആംഗ്ലോ ഇന്ത്യൻ സംവരണം നിർത്തലാക്കുകയും ചെയ്തു.